ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ വേ ടു നീറ്റ്. നമ്മളെല്ലാവരും ഇപ്പം സെർച്ച് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കും ബാക്ക്ലോഗ്സ് എങ്ങനെ കവർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇപ്പം റിവിഷൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷവും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് ബാക്ക്ലോഗ്സ് എങ്ങനെ കവർ ചെയ്യുക എന്നുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. എന്ത് കാര്യം ചെയ്യുമ്പോൾ നമ്മളത് സ്മാർട്ടായി ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ. നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബാക്ക്ലോഗ്സ് വരാനുള്ള റീസൺ എന്താണെന്ന്. എല്ലാവർക്കും ഉള്ള അതേ റീസൺ തന്നെ ആയിരിക്കും മെജോറിറ്റി ആൾക്കാർക്കും. കാരണം നമ്മൾ ഈ ഒരാഴ്ച ഒരു വീക്ക്ലി ടൈം ടേബിൾ നമ്മൾ തന്നാൽ ആ വീക്ക് എക്സാം ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ഇത് തീർത്തു പോകാൻ നോക്കും. പക്ഷേ പലപ്പോഴും നമുക്കത് തീർക്കാൻ പറ്റണമെന്നില്ല. വലിയ ചാപ്റ്റേഴ്സിലാണെങ്കിൽ അവസാനത്തോട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തീർക്കാൻ പറ്റാണ്ട് വരും. അല്ലെങ്കിൽ ഉള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫങ്ഷനായിട്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയതാവാം. അങ്ങനെ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പറ്റാതെ ആവാം. അല്ലെങ്കിൽ നമ്മൾ ഉഴപ്പി മടിയായിട്ടുള്ള ബാക്ക്ലോഗ്സും ആവാം. എങ്ങനെയുള്ള ബാക്ക്ലോഗ്സ് ആണെങ്കിലും നമ്മളത് ഒരു ഭയങ്കര ഓർഡറായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ കവർ ചെയ്ത് പോയാൽ മാത്രമേ നമുക്കത് നല്ല രീതിയിൽ കവർ ചെയ്ത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്ത് നീറ്റ് എക്സാം ആകുമ്പോഴേക്ക് ആ ഒരു ചാപ്റ്ററിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്കെങ്ങനെ കവർ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര വലിയ കാര്യമായിട്ട് എടുത്ത് അതിൻ്റെ മേലെ ഒരു ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ്സ് കൊടുക്കാണ്ട് നിൽക്കുക. ബാക്ക്ലോഗ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ചാപ്റ്റേഴ്സ് കുറച്ച് ഭാഗം മാത്രമാണ് നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ അവസാനത്തെ ഭാഗം, അല്ലെങ്കിൽ ഇപ്പോൾ മോഷന് വണ്ടിയാണെങ്കിൽ 1 ഡയമെൻഷൻ ആണെങ്കിൽ അതിൻ്റെ ഗ്രാഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം മാത്രം നമുക്ക് പഠിക്കാനുണ്ടെങ്കിൽ ആ ഭാഗം നമ്മൾ ആദ്യം പഠിച്ച് തുടങ്ങുക. ഇങ്ങനെ നമ്മൾ ബാക്കിയുള്ള, അതായത് ഓരോ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ഭാഗം അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അങ്ങനത്തായിരിക്കും നമ്മൾ ബാക്ക്ലോഗ്സ് ആയി ഉണ്ടായതെങ്കിൽ അത് ആദ്യം കവർ ചെയ്ത് പോയതാണെങ്കിൽ ആ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയ ഒരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല. കാരണം കുറച്ച് ഭാഗമേ ബാക്ക്ലോഗായി നമ്മൾ കവർ ചെയ്യാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ കവർ ചെയ്യുന്നത് കഴിയുമ്പോഴത്തേക്ക് ആ ചാപ്റ്റർ നമ്മളെ കയ്യിലുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും. കാരണം ഒരു ചാപ്റ്റർ നമ്മൾ ബാക്ക്ലോഗായി നമുക്ക് കിടന്ന ഒരു ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ആക്കി എന്നുള്ള ഒരു തോട്ട് നമ്മളെ മൈൻഡിൽ ഉണ്ടാവുകയും ആ ഒരു തോട്ട് കാരണം നമുക്ക് ഇനിയും ബാക്ക്ലോഗ്സ് കവർ ചെയ്യാനുള്ള കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാനും പറ്റും. ഇങ്ങനെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം മാത്രം പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് ഇങ്ങനെ കവർ ചെയ്ത് പോകുമ്പോഴേക്ക് നമ്മൾ കോൺഫിഡൻസ് ലെവൽ നന്നായിട്ട് കൂടും. അങ്ങനെ നമ്മൾ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ ബാക്ക്ലോഗ് കവർ ചെയ്യാൻ ഉള്ളപ്പോഴും നമുക്കത് വലിയൊരു ടാസ്ക് ആയിട്ട് തോന്നില്ല. ഇനി നമുക്ക് എങ്ങനെ കവർ ചെയ്യാന്നുള്ള കാര്യങ്ങൾ നോക്കാം. ഇപ്പം ലൈക്ക് നമ്മൾ എന്താ പറയുക, ഈ കുറച്ച് ഭാഗം മാത്രം കവർ ചെയ്യാനുള്ളതാണെങ്കിൽ നമ്മൾ ആ ചാപ്റ്റേഴ്സിൻ്റെ നമ്മൾ ഇതുവരെ കണ്ട ക്ലാസ് തന്നെ എടുത്ത് ആ ഒരു പെർട്ടിക്കുലർ ഭാഗം മാത്രം ക്ലാസ് കണ്ട് അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അങ്ങനെ നമ്മൾ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് വരാം. പക്ഷേ ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ചാപ്റ്ററാണ് ബാക്ക്ലോഗായി കിടക്കുന്നതെങ്കിൽ എന്താ പറയുക, ഈ പ്രീവിയസ് ഇയർ ലെക്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണെങ്കിൽ അതിൽ നിന്ന് നല്ല ടീച്ചേഴ്സിനെ നോക്കിയിട്ട് തന്നെ, അതായത് നമ്മൾക്ക് പേഴ്സണലി കുറച്ച് കംഫർട്ടായി തോന്നുന്ന കുറച്ച് ടീച്ചേഴ്സിനെ സെലക്ട് ചെയ്ത് അവരെ ക്ലാസ്സസ് തന്നെ കുറച്ച് ചുരുക്കി മീൻസ് അത്ര അങ്ങ് ഷോർട്ടാക്കിയിട്ടുള്ളതെന്നല്ല, മുന്നേ പ്രീവിയസ് ഇയറിൽ അവർ തന്നെ എടുത്ത ക്ലാസ്സസ് ഏതെങ്കിലും പാർട്ട് കുറവായിട്ട് കിടപ്പുണ്ടെങ്കിൽ അതെടുത്ത് കാണുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നല്ല രീതിയിൽ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്ത് ആ ചാപ്റ്ററും കൂടി കവർ ചെയ്യാം. ബയോളജീൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മോർഫോളജി, ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ ഇങ്ങനെ ഉള്ള കുറച്ച് ചാപ്റ്റേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാൻ ബാക്കിയുള്ളതെങ്കിൽ അതെന്തായാലും ലെക്ചേഴ്സ് കണ്ട് മനസ്സിലാക്കി, കോൺസെപ്റ്റ് മനസ്സിലാക്കി NCERT വായിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. പക്ഷേ ഈ ആനിമൽ കിങ്ഡം, അങ്ങനത്തെ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, പ്ലാന്റ് കിങ്ഡം,
ഇതെല്ലാം എനിക്ക് തോന്നുന്ന എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രം പറയുന്ന കാര്യമാണ്. NCERT നല്ല രീതിയിൽ വായിച്ചാൽ തന്നെ അതിൻ്റെ ഒരു കോൺസെപ്റ്റ് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ യൂട്യൂബിൽ വൺ ഷോട്ട് ഡോപ്പ് ആൻഡ് കോംബി സെഷൻസ് എല്ലാം ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം ഡോപ്പ് ആൻഡ് കോംബി കണ്ട് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് NCERT നല്ല രീതിയിൽ വായിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് കവർ ആയിട്ടുണ്ടാവും. ബയോളജി അങ്ങനെ നോക്കിയാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തൊക്കെ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ചാപ്റ്ററിന് കുറച്ച് ഭാഗം കാണാനുണ്ടെങ്കിൽ ആ ഒരു ചാപ്റ്ററിൻ്റെ ലെക്ചർ, അതായത് ഈ കൊല്ലത്ത് തന്നെ നമ്മൾ കണ്ടുപോയതെങ്കിൽ ആ ഒരു ചാപ്റ്ററിൻ്റെ ആ പർട്ടിക്കുലർ ഭാഗം മാത്രം എടുത്ത് കണ്ട് ക്വസ്റ്റ്യൻസ് നന്നായി ചെയ്ത് പോവുക. അല്ലെങ്കിൽ ഒരു ഹോൾ ചാപ്റ്റർ നമുക്ക് പഠിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടായി തോന്നുന്ന ടീച്ചേഴ്സിൻ്റെ പ്രീവിയസ് ഇയർ ചാപ്റ്റർ എടുത്ത് കണ്ട് മനസ്സിലാക്കി പോവുക, പിന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതെല്ലാം പെട്ടെന്ന് അങ്ങ് തീർക്കാണ്ട് നോക്കി. ഈ റിവിഷൻ പ്ലാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വീക്കിനുള്ളിൽ ഇത്ര പഠിച്ചു തീർക്കുക. ഒരു 2 ചാപ്റ്റേഴ്സ് ഒരു വീക്കിനുള്ളിൽ ഞാൻ ക്ലാസ് ലെക്ചേഴ്സ് കണ്ട് തീർക്കും, ക്വസ്റ്റ്യൻസ് ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെ ചെയ്യുക. എല്ലാം കൂടി ഇന്നൊരു ദിവസം കൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ ഫുൾ കംപ്ലീറ്റ് ആക്കും. അങ്ങനെ വെച്ച് നമ്മൾ തന്നെ സ്ട്രെസ്സ് കൊടുക്കാണ്ട് നിൽക്കുക. അങ്ങനെ കുറച്ച് നമ്മൾ കാര്യമെല്ലാം ഭയങ്കര സ്മൂത്തായിട്ട്, ഒരു സ്ട്രെസ്സില്ല, ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് ടൈം ഉണ്ടല്ലോ, ഇനിയും ടൈമുണ്ട്, 7 മാസം ബാക്കിയുണ്ട്. അപ്പോൾ ഈ ഒരു മാസത്തിനുള്ളിൽ അത്രയധികം ബാക്ക്ലോഗ്സ് കൂടിപ്പോയ ഒരു 13 ചാപ്റ്റർ ഉണ്ടാവുമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ മെല്ലനെ സ്ട്രെസ്സാവാണ്ട് ഒരു വീക്കിനുള്ളിൽ ഒരു 2 ചാപ്റ്ററെല്ലാം പഠിച്ച് കഴിയുന്ന രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ കവർ ചെയ്ത് പോയാൽ തന്നെ May 4th ആകുമ്പോഴേക്ക് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് കവർ ചെയ്ത് പോകാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതിൻ്റെ പാരലായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ കാര്യമുള്ളൂ. പിന്നെ ഈ റിവിഷൻ അത്ര വലിയ ഇനി റിസ്ക് ആയിട്ട് ടാസ്ക് ഭയങ്കര വലിയ ടാസ്ക്കായിട്ട് നിങ്ങൾ കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, സിമ്പിൾ ചാപ്റ്റേഴ്സ് നമ്മൾ കൊടുത്ത് വരുന്നല്ലേ ഉള്ളൂ. റിവിഷൻ പ്ലാൻ എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ തന്നെ വലിയ നമുക്കൊരു ബേർഡനായിട്ട് ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇങ്ങനെ ബാക്ക്ലോഗ്സും കൂടി കവർ ചെയ്ത് പോയാൽ നമുക്ക് നല്ലൊരു സേഫ് സ്കോർ നീറ്റ് 2025 സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.